ട്രേഡേഴ്സ് ഞാൻ ജസ്റ്റ് ഒരു സ്കാൽപ്പിങ്ങിൻ്റെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 70 ക്വാണ്ടിറ്റിയാണ്. 894.30 എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 20 പോയിൻറ്റ്സിൻ്റെ മാത്രമാണ് ടാർഗറ്റ്. അപ്പോൾ 894 + 20 914 നമ്മളുടെ ടാർഗറ്റ്. 900 ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് അത്രയും സെറ്റപ്പ് അത്രയും എന്താ പറയുക ട്രസ്റ്റബിളായ ഒരു സെറ്റപ്പ് അല്ല. ഞാൻ ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്. ജസ്റ്റ് രാവിലെ ആ മോർണിംഗ് മൊമെൻറ്റം മാത്രം ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും ഞാനത് കോസ്റ്റ് ടു കോസ്റ്റാണ് എക്സിറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു 902 904 ഓക്കെ ഫൈൻ. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ ടാർഗറ്റ് കൊടുത്തിടാം. ജസ്റ്റ് ഒരു 20 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റാണ് 914 899.90 ആൻഡ് 912 903. ഓക്കെ, നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഏതെങ്കിലും കൊടുത്തേക്കാം. 914 ആണ് നമ്മളുടെ ടാർഗറ്റ്. ജസ്റ്റ് ഇപ്പോൾ ഒരു 500-600 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് 894 നമ്മളുടെ എൻട്രി കിട്ടിയത്. ജസ്റ്റ് താഴത്തോട്ട് മേലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നില്ല. എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്, ഒരു രാവിലത്തെ ഒരു മൊമെൻറ്റം എനിക്ക് തോന്നുന്നത്. എനിവേസ് 910 912 റൈറ്റ് 914 500 700. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ടാർഗറ്റ് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ അതല്ല മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമായിരിക്കും. സ്കാൽപ്പിംഗ് ട്രേഡ് ആയതുകൊണ്ട് നമ്മളുടെ ഒരു പ്രോപ്പർലി ഒരു നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണോ അതോ എഗനിസ്റ്റായിട്ടാണോ മൂവ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ജസ്റ്റ് തിരിച്ച് വീണ്ടും മാർക്കറ്റ് നമ്മളുടെ സ്കാൽപ്പിംഗ് ആകുമ്പോഴത്തേക്കും നമ്മൾ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുകയും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും വേണം. 894 തിരിച്ച് വീണ്ടും നമ്മുടെ കോസ്റ്റിലേക്ക് എത്തുന്നുണ്ട് ട്രേഡേഴ്സ്. ജസ്റ്റ് നോക്കിയാൽ വീണ്ടും നമ്മുടെ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുക്കണോ? 894 ആണ് നമ്മളുടെ എൻട്രി. -12 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 882ഉം 883ഉം റൈറ്റ്. വീണ്ടും നമ്മുടെ കോസ്റ്റിലേക്ക് തിരിച്ച് വരുന്നുണ്ട് മാർക്കറ്റ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ലോസ് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് കൊടുത്തേക്കാം. ഫൈൻ റൈറ്റ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റിന് ശേഷം വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം ക്വാണ്ടിറ്റി സെയിം ഒരു ട്രേഡ് എൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്കൊരു 900 ആണ് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1200 1300 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം. എനിക്ക് പ്രോപ്പർലി നമ്മളുടെ ഒരു അപ്സൈഡ് ആണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് റിസ്ക് എടുക്കണ്ട. ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തിട്ടേക്കാം. 888ഉം 889ഉം ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ട്രിഗർ വന്നിട്ട് 889ഉം അതൊന്ന് കൊടുത്തിടാം ആദ്യം തന്നെ. ട്രേഡേഴ്സ് രണ്ടാമത്തെ സ്കാൽപ്പിങ്ങിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇതാണ് ഓർഡർ ബുക്ക്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓവറോൾ ഒരു 1700ൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്.